നിലവിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു LDF അധികാരത്തിൽ വരുമെന്നുള്ളത്. നിർഭാഗ്യവശാൽ അത് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കുറേ ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ തള്ളിക്കൊണ്ട് പണാധിപത്യം കൊണ്ട് നേരിട്ട UDFന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ തന്നെ അറിയാം, പല മേഖലകളിലും പണം കൊടുത്തുകൊണ്ട് ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് എല്ലാ പരമാവധി ആളുകളിലേക്ക്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് തോൽവി അംഗീകരിച്ച മട്ടത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പണം കൊടുത്തുകൊണ്ടും ചില സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിൽ വന്നത്. നിങ്ങൾക്കറിയാം, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ UDF പത്രസമ്മേളനത്തിൽ പറഞ്ഞത് 30 സീറ്റിൽ അധികാരത്തിൽ വരുമെന്നാണ്. അന്നും ഞങ്ങൾ എണ്ണം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. അത് ശരിവെക്കും രീതിയിൽ തന്നെയായിരുന്നു ആദ്യമുള്ള മുന്നേറ്റമുണ്ടായത്. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വർഗീയവാദികളായ BJPയെ ഞങ്ങൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന്. അരയങ്കോട് ഞങ്ങൾ കെട്ടുകെട്ടിച്ചു. രണ്ടാമത്തെ BJP ഇവിടെ വരാൻ സാഹചര്യമുണ്ടായത് തോരാപുരത്തു നിന്നാണ്. തോരാപുരത്ത് BJP വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് UDF തന്നെയാണ്. കാരണം UDF അവർ വരാൻ വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിലും അവരുടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ട് 2ആയി പിളർന്നപ്പോൾ അവിടെ നിന്നാണ് BJP ജയിച്ചു പോയിരുന്നത്. അത് UDFന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും ശരി, ഞങ്ങൾ 12 പേരാണെങ്കിലും ശരി, ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെ ഞങ്ങൾ തുടരും. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരായ ആളുകൾക്ക്, കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രൂപത്തിലുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.